യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കുക. എന്ത് പ്രയാസമുണ്ടെങ്കിലും നല്ല ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സഹായം എപ്പോഴും ഉണ്ട്. മനസ്സുവാടാതെ ധൈര്യത്തോടെ പ്രതീക്ഷയോടെ ഇരുന്നേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മളൊരു നിയോഗത്തോടെയാണല്ലോ ഈ ദിവസമെല്ലാം പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ചിലരുടെ പേരുകളൊക്കെ നമ്മൾ എഴുതി വച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാത്തത്, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നും കാണും. ദോഷം വരികയില്ല. ദൈവികമായ ചില അത്ഭുത മാറ്റങ്ങളുണ്ടാവും. ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, കർത്താവെ ആ വിഷയങ്ങളെല്ലാം, ആ പ്രതിസന്ധികളെയെല്ലാം ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു തരികയാണ്. ദൈവം ഒരുക്കുന്ന ഈ സമയത്തിന് നന്ദി, ഈ ശുശ്രൂഷയ്ക്ക് നന്ദി, വചനം കേൾക്കുന്ന ഈ ജനത്തെ ഓർത്ത് നന്ദി. ഈ ജനത്തിൻ്റെ ആവശ്യങ്ങളെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കണം. ഞാൻ ഈ വചനം പറയുന്നതിന് മുമ്പ്, ഞാൻ പ്രസംഗിക്കുന്നതിനും ഉപദേശത്തിനും പരിധിയും പരിമിതികളുമെല്ലാം ഉണ്ട്. സമയപരിധിയുണ്ട്, അവതരിപ്പിക്കുന്നതിന് പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയും പരിമിതിയുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് ഈ വചനത്തിനകത്തുള്ള അനുഗ്രഹം. ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ വചനത്തിനകത്തുള്ള അനുഗ്രഹത്തെ പരിധികളില്ലാതെ അതെന്നിലേക്കങ്ങ് പകരണമേ. വചനത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹവും ഓരോ ദിവസത്തെയും വചനത്തിനകത്തുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉറപ്പാണ് ദൈവം ആ ദിവസം എന്നെ ഇങ്ങനെ കൈപിടിച്ച് നടത്തുമെന്ന്. ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് വരാം. പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1:22 വാക്യം. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്കു ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവിൻ, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. ആ കാലഘട്ടത്ത് ഫറവോ എന്ന രാജാവ്, ദുഷ്ടമനസ്സുള്ള അസൂയുള്ള മനുഷ്യൻ, ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയാൻ തീരുമാനിച്ചു. പെൺകുട്ടികളെ അവർ വളരട്ടെ എന്നും തീരുമാനിച്ചു. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് മോശ എന്ന ആൺകുട്ടി ജനിക്കുന്നത്. ആ മാതാപിതാക്കൾ ആകെ ഒരു പ്രതിസന്ധിയിലായി. കുറച്ചു നാളൊക്കെ ഒളിവിൽ താമസിച്ചു. പിന്നീട് ഒളിച്ചു താമസിപ്പിക്കുക ദുഷ്കരമാണെന്ന് കണ്ട സാഹചര്യം. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമാണെന്ന് കണ്ടപ്പോൾ അവളൊരു ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. ഒരു പേടകം ഉണ്ടാക്കി, ചെറിയൊരു പേടകം ഉണ്ടാക്കി അതിൽ കിടത്തി. എന്നിട്ടോ നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്നു വച്ചു. ഒരു പേടകത്തിനകത്ത്, ഒരു ചെറിയ പെട്ടകത്തിനകത്ത് കൊണ്ടുപോയി ഈ കൊച്ചിനെ കിടത്തി. എന്തു സംഭവിക്കുമെന്ന് കാണാൻ അപ്പുറത്തൊരാൾ നോക്കി നിന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, എന്ത് പ്രയാസം ഇപ്പുറത്തുണ്ടാകട്ടെ, ആരൊക്കെ എതിരാകട്ടെ, എന്തെല്ലാം വെല്ലുവിളികളുണ്ടായിക്കൊള്ളട്ടെ, ദൈവവിളിയുള്ള ഒന്നിനെ, ദൈവപദ്ധതിയുള്ള ഒന്നിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവവിളിയുള്ള ഒന്നിനെ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒന്നിനെ ഒരു നിയമത്തിനും ഒരു അധികാരിക്കും
ഒരു അസൂയക്കാരനും ദേഷ്യക്കാരനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവ പദ്ധതിയുള്ളത് തോക്കത്തില്ല. ഞാനും നിങ്ങളും എന്താ ഈ വചനമൊക്കെ കേൾക്കാൻ കാരണം? നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ ഇട വന്നത്. ദൈവവിളിയുള്ള ഒന്നിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളൊരു കാണുന്നൊരു കാര്യമുണ്ട്. ഈ പേടകത്തിനകത്ത് ഈ കൊച്ചിനെ കിടത്തി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രാജകൊട്ടാരത്തിലെ ചില തോഴിമാർ, ഫറവോയുടെ പുത്രിമാർ എല്ലാം ഇത് കണ്ട് ഈ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ വളർത്തുക. ഇനി കേൾക്കണം, പേടകത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലെത്തിച്ച ആ ദൈവത്തിൻ്റെ പ്ലാൻ കണ്ടോ? ഒരു പദ്ധതി കണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെയാണ് വിചാരിച്ചെല്ലാവരും. ഈ പേടകം ഒഴുകിപ്പോവും, ചിലപ്പം മറിയും, ചിലപ്പോൾ അത് വെള്ളം കുടിച്ച് ഈ കുഞ്ഞ് മരിച്ചു പോവും, ഇല്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ മറിഞ്ഞ് ഈ പേടകം തകർന്നു പോവും, കുഞ്ഞ് മരിച്ചു പോകുമെന്നായിരിക്കും പലരും ചിന്തിച്ചത്. തകർന്നു പോകും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിൻ്റെ പദ്ധതി നോക്കി. നൈൽ നദിയുടെ ആ തീരത്തുള്ള അവിടെയുള്ള ആ പെട്ടകത്തിൽ നിന്ന് കൊട്ടാരത്തിൽ ആ കൊച്ചിനെ എത്തിച്ച ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വരയ്ക്കാൻ പറ്റിയ ഒരു ഗ്രാഫുണ്ട് അവിടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരിയാനും മറിയാനും ശ്വാസം മുട്ടുന്ന പോലെയുള്ള അവസ്ഥയുള്ള ഒരു പെട്ടകത്തിനകത്തും പേടകത്തിനകത്തൊക്കെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. പക്ഷെ അവിടെ നിന്ന് വിശാലതയുള്ള എത്തിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഇതുപോലത്തെ. ഇന്ന് നമ്മൾ ചിലർ പറയും, ഈ വ്യക്തി എങ്ങനെ മാറാനാ, ഈ സാഹചര്യം എങ്ങനെ മാറാനാ, ഈ കുഞ്ഞിനെ ഞാനെങ്ങനെ പഠിപ്പിക്കാനാ, ഈ കല്യാണം എങ്ങനെ നടത്താനാ, എങ്ങനെ ഈ വീട് പണി തീർക്കാനാ. നമ്മൾ പേടകത്തിനകത്ത് കിടക്കുന്ന ആ ശിശുവിനെ പോലെ എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യം അധികം നാൾ മുന്നോട്ട് പോവില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ വിശാലതയുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു കൊട്ടാരത്തിൽ കയറുക എന്നുള്ളത്. ഒരു മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ ചുമ്മാ കയറി ചെല്ലാൻ പറ്റുമോ? എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്തെല്ലാം ചടങ്ങുകളുണ്ട്, എന്തെല്ലാം അപ്പോയിൻമെൻ്റ് എടുക്കണം. ഇതൊരു അപ്പോയിൻമെൻറ്റും ഇല്ലാതെ ആ കുഞ്ഞ് കൊട്ടാരത്തിലെത്തി. എത്തേണ്ടിടത്ത് എത്തിക്കാൻ, ദൈവപദ്ധതിയുള്ള ഒന്നിനെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ, ദൈവവിളിയുള്ള ഒന്നിനെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ദൈവത്തിന് പറ്റും. ഇത് ഗ്രാഫ് വരയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നൈൽ നദിയുടെ തീരത്ത് നിന്ന് ആ പേടകത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, ആ ഞാങ്ങണച്ചെടിയുടെ ഇടയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ അവസ്ഥ മാറുമോ? എൻ്റെ സാഹചര്യത്തിനൊക്കെ മാറ്റം വരുമോ? നിങ്ങളെക്കുറിച്ചൊരു ദൈവപദ്ധതി ഉണ്ടെന്നേ. നിങ്ങളുടെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ട്. ആര് പറഞ്ഞു നിങ്ങൾ തകർന്നു പോകുമെന്ന്? ആര് പറഞ്ഞു? ആരാ നിങ്ങളോട് പറഞ്ഞ് പേടിപ്പിച്ചത് രക്ഷപ്പെടിയാലെന്ന്? ദൈവവചനം പറയുന്നു, ഒന്നും ചെയ്യാൻ കഴിവില്ല, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത നിസ്സഹായതയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവത്തിന് അവിടെ എത്തിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, അറിവും അനുഭവങ്ങളുമുള്ള, ദൈവവിശ്വാസമുള്ള, ദൈവാരാധനയുള്ള, വചനം പ്രാർത്ഥിക്കുന്ന, അതിന് വില കൊടുക്കുന്ന നിങ്ങളുടെ സാഹചര്യം മാറാതിരിക്കുമോ? പേടകത്തിൽ നിന്ന് പോയത് അപ്പുറത്ത് വേറൊരു പേടകത്തിലേക്കല്ല, പേടകത്തിൽ നിന്ന് കയറിയത് കൊട്ടാരത്തിലേക്കാണ്. വിചാരിച്ചതിനും അധികമായ അപ്പുറത്തുള്ളൊരു കാര്യത്തിലേക്കാണ് വന്നത്. പിന്നീട് കഴിച്ചത് കൊട്ടാരത്തിലെ ഫുഡാണ്. പിന്നീട് കിടന്നത് കൊട്ടാരത്തിലെ രാജകീയമായ സൗകര്യങ്ങളുള്ള സ്ഥലത്താണ്. നമ്മുടെ അവസ്ഥ മാറും എന്ന് നമ്മളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ഉള്ളിച്ചിരിക്കും. എന്തു വർത്തമാനമാണ് ഇയാൾ ഈ പറയുന്നത്? എൻ്റെ സാഹചര്യം മാറുമെന്ന് ചുമ്മാ അദ്ദേഹം തള്ളുവാന്നൊക്കെ പറയും. ഇത് തള്ളലൊന്നുമല്ല. നിങ്ങൾ ദൈവപദ്ധതിയുള്ള ഒന്നിനെ, ദൈവവിളിയുള്ള ഒന്നിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ദൈവപദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാനത്തിൽ, മയക്കുമരുന്ന്, ലഹരിക്കും അടിമപ്പെട്ടു പോയവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്.
അതോടൊപ്പം +2 SLC ഒക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി എന്നാ പഠിക്കും, ഇനി എന്തു ചെയ്യും, നിങ്ങളൊരു എഴുത്തെഴുതണം. ഈ ആലയത്തിലേക്ക് പ്രാർത്ഥനാ നിയോഗം എഴുതി തരിക, എഴുതി അയയ്ക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങാം. റിസൾട്ടൊക്കെ വരുമ്പം ആ മാർക്കനുസരിച്ച് നല്ല മാർക്ക് കിട്ടാനും ആ മാർക്കനുസരിച്ച് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. ഈ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബങ്ങളിലുണ്ടായിരിക്കട്ടെ, ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ, തീരുമാനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ബിസിനസ്സിൽ, വരുമാന മാർഗത്തിൽ, കൃഷിയിടങ്ങളിൽ, വരുമാന മാർഗങ്ങൾ എന്തുമാകട്ടെ എല്ലാത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒരു കുറവും വരില്ല, ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ മനസ്സുകൊണ്ട് ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പേടകത്തിൽ നിന്ന് കൊട്ടാരത്തിൽ നിമിഷ നേരം കൊണ്ടെത്തിച്ച ദൈവത്തിൻ്റെ പദ്ധതി മറന്നുപോകല്. അനേകർ തകർന്നു പോയ സ്ഥാനത്ത് ദൈവ പദ്ധതിയുള്ള ഒന്ന് തകർന്നു പോയില്ല. അനേകർ മരിച്ചുപോയ സ്ഥലത്ത് ദൈവ പദ്ധതിയുള്ള മോശ തകർന്നു പോയില്ല, അപകടം സംഭവിച്ചില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അനേകരിൽ ഈ വചനം എത്തട്ടെ. കേൾക്കാൻ പറയണം, എഴുതി വയ്ക്കണം, ചിന്തിക്കണം. ഇത് നാളെയും 5:30 ഞായറാഴ്ചയാണെങ്കിലും തിരക്കുണ്ട്, പള്ളിയിലൊക്കെ പോകണം. എങ്കിലും പോകുന്നതിന് മുമ്പോ വന്നതിന് ശേഷമോ ഈ വചനം കേൾക്കാൻ മറക്കരുത്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.